ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവർ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒട്ടക ഇറച്ചി കൊണ്ടൊരു കറി ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സവോള ഉണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇറച്ചി. ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ് കേട്ടോ. ഇതിലൊരു വ്യത്യാസമായ സാധനമാണ് മത്തങ്ങ, അതായത് നമ്മളെ മത്തൻ എന്നൊക്കെ പറയില്ലേ, അത്. അപ്പോൾ അത് ഇവിടെ അത്യാവശ്യം ഞാൻ വെട്ടിക്കണി, ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇടും. അപ്പോൾ തക്കാളി കുറച്ച് അഴുകിയതുകൊണ്ട് അതിലിട്ടിട്ടില്ല. തക്കാളി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വ്യത്യാസമായ എന്താ പരിപാടി വെച്ചാൽ, സാധാരണ നമ്മൾ ഉള്ളി, സവോള ഒന്ന് വഴറ്റി ഗോൾഡൻ കളറായി, പിന്നെ അതിൽ തക്കാളി ഇട്ട് അതൊന്ന് വാട്ടി, വെളുത്തുള്ളി വാടി, എല്ലാം വാടിക്കഴിഞ്ഞ് എണ്ണയൊക്കെ വെച്ചിട്ടാണ്. എന്നാൽ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഞാനൊക്കെ സംബന്ധിച്ചിടത്തോളം മരുഭൂമി പ്രവാസത്തിലുള്ള ആളാണ്. അപ്പോൾ അത് കാരണം ഞാൻ എന്തായെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉള്ളി, സവോള, ഇറച്ചി, കറി മൊത്തം സാധനം ഇട്ടിട്ട് മത്തങ്ങ ഇടുന്നില്ല കേട്ടോ. മത്തങ്ങ പെട്ടെന്ന് വെന്ത് കലങ്ങുന്നു എന്നുള്ളത് കൊണ്ട് ബാക്കി സകലകൂല സാധനങ്ങൾ, ബീൻസ് വരെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇട്ടിട്ട് എന്തായിട്ടും ഒന്നിങ്ങനെ മിക്സാക്കി പൗഡറൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, അടുപ്പിൽ വെക്കും, തീ കൊടുക്കും. അങ്ങനെയാണ് ഇന്നത്തെ വ്യത്യാസമായ കറി. അപ്പം നമ്മൾ ഓരോന്നും അങ്ങനെ ഇട്ട് പോകുന്നത് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായി ഉള്ളി ഇടാൻ പോകുന്നു. ഉള്ളി, സവോള അപ്പം നമ്മൾ സവോള ഇട്ട് കഴിഞ്ഞിട്ട് ഇടുന്നു കേട്ടോ. അപ്പം നമ്മൾ സവോള ഇടുന്നു. ആ സവാളൻ്റെ ഒപ്പം ക്യാരറ്റ് ഉണ്ട് കേട്ടോ. അതിൽ ആരും ഇടാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ആരും ഉണ്ടാക്കാത്ത സാഹചര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ അരിഞ്ഞു വെച്ച ഒട്ടകത്തിൻ്റെ കറിയാണ് കേട്ടോ. ഒട്ടകത്തിൻ്റെ കറിയാണ് കേട്ടോ. ഒട്ടകത്തിൻ്റെ കറിയാണ് കേട്ടോ. ഒരു 1/2 കിലോൻ്റെ മേലുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഇതിടുന്നുണ്ട് കേട്ടോ, ഇഞ്ചി. വലിയ പീസാണ്. ഉള്ളിൻ്റെ ഒപ്പം തന്നെ നമ്മളത് വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇടുകയാണ് വെളുത്തുള്ളി, ഒരു പൊണ അങ്ങനെ ഇടും കേട്ടോ. പിന്നെ 2 പീസ് ഉരുളക്കിഴങ്ങുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങുണ്ട്, ഇഞ്ചിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ സാധനം. പിന്നെ നമ്മളെ ചെറിയ ബീൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ വലുതാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ പച്ചമുളകാണ്. ഇത് എരിവില്ലാത്ത സാധനമാണ്, കണ്ടില്ലേ, പച്ചമുളക്. ഇതെല്ലാം ഇട്ടതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, എരിവില്ല. അപ്പോൾ ബാക്കി സാധനങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ. മത്തനൊക്കെ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ തക്കാളിയും കൂടി ഇടാൻ പോവുകയാണ്. തക്കാളി കുറച്ച് അഴുകിയതായതുകൊണ്ട് വേണമെങ്കിൽ 2 കൂടി ഇടണം, വേണ്ട. അപ്പോൾ ഇതെല്ലാം ഇട്ടതിൻ്റെ ശേഷം നമ്മൾ വിജയിക്കാരൻ തയ്യാറിച്ച മട്ടൺ മസാലയാണ് ഇതിൽ കൂട്ടാൻ പോകുന്നത് കേട്ടോ. മട്ടൺ മസാല നിങ്ങൾ ഏത് മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ. നമുക്ക് കിട്ടിയാലേ കൂട്ടാൻ പറ്റുള്ളൂ. ഓസിൽ കിട്ടണല്ലേ അടിപൊളി. നമ്മൾ എരി കടിച്ചിക്കൊണ്ടും തോന്നും കേട്ടോ. നമുക്ക് എരി കടിച്ചു. ഇതിപ്പോൾ ഞാൻ ചെത്തിയതാണ്. ഇത് വെച്ചോ, ഓട്ടണ്ട എന്താ ഉള്ള കാലം. പിന്നെ എമിഞ്ഞാളെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. കള്ളന്മാരുണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നതിലേക്ക് 2 സ്പൂൺ, 3 വേണ്ട, 2 മതി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സാക്കും. ഇത് എൻ്റെ രീതിയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എൻ്റെ രീതി ഇങ്ങനെയാണ്, ഇന്നത്തെ രീതി കണ്ടോ. പിന്നെ അതിൽ മഞ്ഞപ്പൊടി വേറെ സാധനങ്ങളൊക്കെ ഇടപെടില്ലാത്തതുകൊണ്ടാണ്. ഇതൊരു മരുഭൂമിയാണ്. അപ്പം നമ്മളെ സാധനങ്ങളൊക്കെ റൂമിലാണ്. കണ്ടോ, ഞാനുണ്ട്, അടിപൊളിയായില്ലേ. ഇതിൽ
ആവശ്യത്തിന് വേണമെങ്കിൽ രസം കൂടി പൊടിയാണ് കിട്ടും, ഇപ്പോഴല്ല. പിന്നെ ഇനി സാധനങ്ങളൊക്കെ ഇടാനുണ്ട്, അത് കട്ട് ചെയ്തില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടുള്ളൂ. അതേപോലെ മുരിങ്ങാക്കോലൊക്കെ ഇട്ട് ഇപ്പം തന്നെ ഇട്ടാൽ ശരിയാവില്ല, ഇതിനൊക്കെ ഒരു 3/4 മണിക്കൂർ വേഗമുണ്ട്, അതുകൊണ്ടാണ് അത് കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇനി ഞാനിത് വെള്ളം പാർന്ന് അടുപ്പിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ വെക്കുന്നത് കാണാം. ചെങ്കാള നമുക്ക് തിന്നാനുള്ള ചോറ് ഒന്ന് ഊറ്റട്ടോ. ചോറ് വയ്ക്കാൻ അപ്പോൾ നമ്മളെ കറി അടുപ്പിൽ വെക്കാൻ പോവാണ്. കറി വേഗമൊന്നും അറിയില്ല, എന്നാലും കറി തൂമിക്കണം, കുറച്ചുണ്ട് കേൾക്കുന. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകണം കുറച്ച്. വെള്ളം ഒഴിച്ചിട്ടോ നല്ലോണം ഇളക്കി കൊടുക്കും. വെള്ളം കഴിഞ്ഞിട്ടാണ് നമ്മൾ തൂമിക്കൽ. ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ വേണമെങ്കിൽ പൊടി ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ നല്ല ടൈറ്റാക്കി പോകും. ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഞാനത് ടൈറ്റാക്കും, ഉപ്പ് നോക്കും. അപ്പോൾ ചെങ്കള നമ്മൾ ചാനൽ നിങ്ങൾ കാണുന്ന ആദ്യമായിട്ട് ഇങ്ങനെ കയറുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണമെന്ന് കേട്ടോ. അപ്പോഴേ നമുക്ക് എന്തായാലും ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്നടിക്കാം. അപ്പോൾ ഇനി നമ്മൾ മത്തങ്കായ ഇടുന്നതും അതിൻ്റെ തീറ്റ വരെ ഞാൻ കാണിച്ചത്. ചോറ് ഉണ്ടായില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അടുത്ത വീഡിയോ നമ്മുടെ ഒരു ഇറച്ചിക്കറിൻ്റെ പരിപാടിയാണ്. ഇത് പിറ്റിക്കാലമാണ്. ഇത് പച്ചമുളക്, അങ്ങനെ ഓരോ സാധനങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി, എല്ലാ സാധനങ്ങളും കട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ടായി അടി ഒരു കിടിലം ഇറച്ചിക്കറിയാണ്. ആ ഇറച്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറച്ചി ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണിത്. നോണം അടിച്ചിട്ടുണ്ടാണ്. ഇതാണ് ഇറച്ചി ഒട്ടകം. നല്ല സോഫ്റ്റ് സാധനമാണ്. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മത്തങ്ങ പോലത്തെ സാധനങ്ങൾ, ബീൻസ്, എല്ലാ സാധനങ്ങളും ബാസ്. അപ്പോൾ ചെങ്കള നമ്മളെ കറി ആയിക്കൊണ്ടിരിക്കുന്ന നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് നോക്കട്ടോ കറി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നോക്കണമെങ്കിൽ ആദ്യം ഇതിൻ്റെ കാറ്റ് ഒഴിവാക്കണം. ആ കാറ്റ് ഒഴിവാക്കൽ ഇങ്ങനെയാണ്, പ്രഷർ ഒഴിവാക്കൽ ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ കാട്ടില്ലെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പ്രഷർ ഇങ്ങനെയാണ് ഒഴിവാക്കുക. പൈപ്പിൽ വരുന്ന വെള്ളം ചൂടാണ്.
അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ പ്രഷർ നമ്മൾ ഒഴിവാക്കി അടുപ്പത്ത് തന്നെ വെച്ചു. നമ്മൾ ബന്ധമല്ലേ നോക്കണ പരിപാടി ഇങ്ങനെ. അപ്പോൾ ഇതേമാതിരി ഒരു സാധനം എടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ സംഭവം ഇത് എന്തായിക്കണേ, വെള്ളം മാതിരിയായിരിക്കും. നമുക്ക് കുറച്ച് വെള്ളം മാതിരിയാണ് വേണ്ടത്, ടൈറ്റ് വേണ്ട. കാരണം എന്താ പറയുക, നമ്മൾ ചോറിൽ ഒഴിക്കാനും ചപ്പാത്തിക്കും നമുക്ക് വാട്ടർ വേണം, നല്ല വെള്ളം മാതിരി. അപ്പം നമ്മൾ ഒന്നെടുത്ത് നോക്കാം സാമ്പിൾ കേട്ടോ. ആയിട്ടില്ല. ഇത് ഇറച്ചിയാണ്. ആയിട്ടില്ല. ഉപ്പൊക്കെ നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ ഇട്ടാ കാണുന്നുണ്ടോ? മത്തങ്ങളാണ്ട് അവ ഈ മറ്റേ ഇത് ദിവസം ഇതുണ്ടാക്കിയ ചെറുനാരങ്ങ ഇപ്പം നമ്മളെ മത്തങ്ങല്ലേ, ഇതിൻ്റെ തോലൊന്നും എടുക്കട്ടെ കേട്ടോ. ആ ചെറുനാരങ്ങ ഒരു പാത്രത്തിൽ കലക്കിക്കാ കുടിച്ചാലോ. അപ്പോൾ പ്രിയമുള്ളവരെ, കറിയിൽ നമ്മളെ മത്തങ്ങ ഇടാൻ പോകണം കേട്ടോ. വെള്ളം കുടിച്ച് മത്തങ്ങ. അപ്പോൾ ഈ മത്തങ്ങ നമ്മൾ കറി വെന്തിക്കണേ, ചെറിയ വേഗം ബാക്കിയുള്ളൂ. അപ്പം അതിലേക്ക് ഇത്രയും മത്തങ്ങ ഇടാൻ പോകണേ. അപ്പോൾ നമ്മൾ മത്തങ്ങ ഇട്ടു കേട്ടോ. മത്തങ്ങൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടാൻ പോകുന്ന രണ്ട് കുറച്ച് ഇതിടുന്നുണ്ട് കേട്ടോ, മുരിങ്ങക്കോല്. അപ്പം നമ്മൾ മുരിങ്ങക്കോലുമായി മത്തങ്ങയായി. ഇനി കുറഞ്ഞ വേവുള്ളൂ, ബാക്കി താളിപ്പ് മാത്രമേ ഉള്ളൂ. രണ്ട് വിസിൽ എന്നാൽ നമ്മളെ പരിപാടി റെഡിയാവും. പിന്നെ നമുക്ക് ഇനി താളിപ്പാണുള്ളത്, അപ്പം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവരെ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെ കറി താളിക്കാൻ പോവാണ്. ചട്ടി വെക്കുന്നു, എണ്ണ ജൈത്തൂന് വയ്ക്കുന്നു. അപ്പോൾ താളിപ്പിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഉള്ളിയാണ് ഇടാൻ പോകുന്നത്. ചൂടായിക്കണം അവിടെ. ചൂടായി. അപ്പോൾ അതിലേക്ക് ഉള്ളിയാണ് ഇടുന്നത് കേട്ടോ. വത്തൽമുളകൊന്നുമില്ല, മരുഭൂമി ആയതുകൊണ്ട് അങ്ങനത്തെ സംഗതിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്നിങ്ങനെ വാടിയാക്കിയിരുന്നു. എന്ത് ചെയ്യുക, നമ്മളെ കറിയിലേക്ക് ഇടാൻ പോകും. അപ്പോൾ നമ്മളെ കറി താളിപ്പിൽ പെട്ടതാണ് ഇത്. നമ്മൾ കറി സാധാരണ ഉള്ളി വയറ്റാത്തത് കൊണ്ട് തൂമിക്കണം. അപ്പോൾ നമ്മളെ കറി ഒന്ന് കണ്ടുപിടിട്ടോ. നമ്മളെ മത്തൻ ഉള്ള കറിയാണിത്.
നമ്മൾ മത്തങ്ങയൊക്കെ അടിച്ച് പൊളിച്ച് മേലേക്ക് വന്നു കേട്ടോ. ആ അല്ല മത്തങ്ങ അതാണ് നമ്മളെ കറി കേട്ടോ. മത്തങ്ങ കറിയാണ്. ആ കുറച്ച് വെള്ളം കൂട്ടിക്കണ ഞാൻ. നമുക്ക് ഇതാണ്ടോ കറി അടിപൊളിയാണ്. ഇതൊരു പുതിയ മോഡൽ കറിയാണ്. അപ്പം നമ്മളെ കറി ആയിരുന്നില്ല. ആയിട്ടില്ലല്ലോ, തീ കത്തുന്നില്ല. ഉടനെ ആവും. അപ്പം നമ്മളെ കറി താളിപ്പാണ്. കറി താളിച്ചിട്ട് ഒന്നും കൊണ്ട് കറി കേട്ടോ. അപ്പം നമ്മളെ മത്തങ്ങ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് കാണട്ടോ. അതാണ് നമ്മളെ കറി. നമ്മൾ വെള്ളമുള്ള കറിയാണ്. കാരണം നമുക്ക് ചോറുന്നാനും ചപ്പാത്തി തിന്നാനൊക്കെ കറി വേണം. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു കിട്ടുന്ന വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ബൈ ബൈ. നമ്മൾ ചോറുന്നത് ഇതിൻ്റെ ഉള്ളിൽ പെടുത്തു കേട്ടോ. കിടിലൻ ടേസ്റ്റാ, കിടിലൻ ടേസ്റ്റാ. അപ്പം അവിടെ ചോറ കിട്ടും. പ്രിയമുള്ളവരെ, നമ്മളെ മത്തങ്ങ ഇറച്ചിക്കറിയാണ്. മത്തങ്ങ ഇറച്ചിക്കറിയാണ്. മത്തങ്ങ ഇറച്ചിക്കറി. അത് മാത്രമല്ല, മുരിങ്ങാക്കോല്. എന്ത് ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് മത്തങ്ങ. ചൂടാണ്. അപ്പോൾ നമ്മളെ ചൂടായിട്ടുണ്ട്. ഇത് വന്നിട്ട് ബുർത്തുക്കാലാണ് കേട്ടോ. ബുർത്തുക്കാൽ ഇങ്ങനെ ചോറിനൊപ്പം കഴിക്കാം. ബുർത്തുക്കാൽ ആ അപ്പം നമ്മളെ മുരിങ്ങക്കോല്, മത്തങ്ങ ഇറച്ചിക്കറി. അതാണ് മുരിങ്ങക്കോല്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ അടിയിൽ നമ്മളെ മുസമ്പി.